ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഇത്. ഇത് പിന്നെ യൂട്യൂബിൻ്റെ ഒരു പിൻ ലെറ്റർ എനിക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാനും നിങ്ങളോട് പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടാ, ഇതാണ് വീഡിയോ. കണ്ടാ, നമ്മൾ കണ്ടില്ലേ? ഇതാണ് ഇത് ഇങ്ങനെ ഇതിങ്ങനെ തുറന്നിട്ട് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പിൻ ലെറ്റർ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് ഇതിൻ്റെ ഉള്ള പിൻ ലെറ്റർ. അതിപ്പോൾ ഇതിനെ പഠിക്കാൻ പാടില്ല. പിന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഇത് വരിക എന്നുള്ളത് ഇത് ഏറ്റവും വലിയൊരു മോഹമാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഇതൊന്നും ഇത്ര വേഗമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ ഹൃദയത്തിലേറ്റ് എൻ്റെ ജനങ്ങൾ എന്നെ ഹൃദയത്തിലേറ്റി കൊണ്ടുകൊണ്ട് എനിക്ക് ഇന്നിപ്പം കിട്ടിയതാണ്. നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ കിട്ടിയത്. എനിക്ക് കിട്ടിയത് അപ്പാടെ തന്നെ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കണം തോന്നി. ഇത്രയും കാലം ഞാൻ പിന്നെ കഷ്ടപ്പെട്ടതിന് എനിക്ക് ഒരു നല്ലൊരു ഇത് കിട്ടി. ഒന്നുമില്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിയില്ലേ? ഇതെനക്കൊരു അംഗീകാരമല്ലേ? ഇത് യൂട്യൂബിൽ നിന്ന് തന്നൊരു അംഗീകാരം, ആദ്യത്തെ ഒരു അംഗീകാരമല്ലേ ഇതിന് ശേഷമല്ലേ മറ്റുള്ള അംഗീകാരം. ഇതെനിക്ക് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതെനിക്കൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും എനിക്ക് അറിയിക്കണം എന്നൊരാഗ്രഹം, അതിയായ മോഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കാലത്തെ വളരെയധികം കഷ്ടപ്പെട്ട് പിന്നെ നല്ലപോലെ അധ്വാനിക്കും. ആ സമയത്തെ നല്ലപോലെ അധ്വാനിക്കും. പിന്നെ പഠിക്കാനും പഠിക്കുകയും ചെയ്യും. പക്ഷെ പഠിക്കാനുള്ള സൗകര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വരെ കഷ്ടപ്പാടോടെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേങ്കിൽ പിന്നെ ഞാൻ അതിലൊന്നും തോറ്റിട്ടില്ല. നമ്മളെ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ ഇതുവരെ എത്തി. പിന്നെ മക്കളുമായി എല്ലാ കൂട്ടത്തിലും അന്നും ഇന്നും ഞാൻ കഷ്ടപ്പാടില്ലാതെ ഇന്നേ വരെ എനിക്കൊരു സുഖം എന്ന് പറഞ്ഞത് ഞാൻ അനുഭവിച്ചില്ല. ഞാൻ പണിയെടുക്കുക വെച്ചാൽ ഞാൻ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അധ്വാനിച്ചിട്ട് എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് പിന്നെ കോടീശ്വരി ആയിട്ടുണ്ടാവും ഞാൻ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. ഞാൻ കടം മേടിച്ചിട്ടും ആക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ ഓരോരോ പണിയെടുത്തിട്ടും ഓരോന്നെൻ്റെ മക്കൾക്ക് വേണം, ഓരോന്ന് പിന്നെ വീട് വേണം, മറ്റുള്ളത് വേണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാക്കി ഉറക്കം കഴിഞ്ഞിട്ടാണ് പണിയെടുക്കുക. ഉറക്കമില്ല. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ 35 കൊല്ലം 40 കൊല്ലത്തോളമായി ഞാൻ പച്ചക്കറി കൃഷിയിൽ സ്വന്തമായിട്ട് കൃഷിയിൽ പറ്റി. അതിലിടയ്ക്ക് അമ്മേൻ്റെ ഒപ്പരം തന്നെ കുറേ കൃഷി ഞാൻ ചെയ്തതാണ്. അമ്മ ചെറിയ പ്രായത്തിലേ അമ്മ കൃഷിക്കും. ആ സമയത്ത് തന്നെ ഞാൻ മയിൽ എന്ന് പറഞ്ഞ കുറേ ദൂരമുണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പം അമ്മ മയിൽ സ്കൂളിലേക്ക് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മയിൽ സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് അമ്മ പച്ചക്കറി പറിച്ചിട്ടാകുമ്പം 1 കിലോ കയ്പക്ക അത്രയേ ഉണ്ടാവുള്ളൂ. ഒരു 4-5 മണി വെച്ചാൽ ജാസ്തി ഉള്ളത് കൊടുക്കുമെന്ന് മാത്രം. അന്നത്രയ്ക്ക് അമ്മ വെക്കലൊന്നുമില്ല. അങ്ങനെ 1 കിലോ കയ്പക്കയോ 1 കിലോ വെണ്ടയ്ക്കോ ഉണ്ടെങ്കിൽ അത് അതേപോലെ ഞാൻ അവിടെ കൊടുക്കും. പോകുമ്പോൾ മയിലേക്ക് എടുക്കും, ഹോട്ടലിൽ കൊടുക്കും. അന്ന് അങ്ങനെയുള്ള സ്ഥലത്തേ എടുക്കൂ. എല്ലാവരും പച്ചക്കറി എടുക്കുന്ന സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ കൊടുക്കും, നാട്ടിലൊന്നും എടുക്കില്ല. ഹോട്ടലിലാകുമ്പം അവർക്കത് കറി വെക്കാൻ വെച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഞാനത് കൊടുക്കും. അങ്ങനെയെല്ലാം ഞാൻ പിന്നെ ശീലിച്ചു. പിന്നെ നമുക്ക് അന്നേരം പശുവുണ്ട്. ആ പശുവിനെയും കൊണ്ട് അതിൻ്റെ വയ്യ നടന്നു. അതുകൊണ്ട് പശുവിൻ്റെ ഒപ്പരമുള്ള പേടിയും പോയി. പശുവിനെ കഴിക്കാനോ കെട്ടാനോ അല്ലെങ്കിൽ നോക്കാനോ ഉള്ള ഒരു പേടിയും ഭയമൊന്നുമില്ല. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു കൃഷിയിലേക്ക് തന്നെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം എനിക്ക് തോന്നി എനിക്കൊരു ജോലി വേണം എന്നെല്ലാം വിചാരിച്ചാൽ കുറേ ഞാൻ ജോലി ഒന്നുമില്ല. ഒരു ബാലവാടി ടീച്ചറായിട്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് വളരെ നോക്കിനി. പരമാവധി ഞാൻ നോക്കിനി എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നതിന് ശേഷമാണ് എനിക്ക് തോന്നി ഞാൻ തന്നെ സ്വയം തൊഴിലായിട്ട് കണ്ടെത്തി പശുവിനെ നോക്കലും തുന്നൽ പഠിച്ചു. ഞാൻ എടുക്കാത്ത പണികളൊന്നുമില്ല. എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കല്ല് കൊത്തുകയും ചെയ്തിട്ടുണ്ട്, കല്ല് കയറ്റിയിടുകയും ചെയ്യും, പിന്നെ റബ്ബർ ടാപ്പിങ് ചെയ്യും. റബ്ബറിൻ്റെ എല്ലാ പണികളും ഞാൻ ഒറ്റക്കെടുക്കും. പിന്നെ ബാക്കിയുള്ള കൃഷികളാണെങ്കിൽ എല്ലാ കൃഷിയും ആദ്യം ഞാൻ കുറച്ച് മാത്രമേ നമ്മളിവിടെ വയലിൽ കുറച്ച് മാത്രമേ നടുള്ളൂ. നമുക്ക് വേണ്ടി മാത്രം കുറച്ച് നടും. കുറച്ച് വെള്ളരിക്കാനും കുറേ കാലം ഒരു കൊല്ലത്തേക്ക് എത്തുന്ന വെള്ളരിക്ക നടും. അന്നേരം വിൽക്കലൊന്നുമില്ല. പിന്നെ ഞാനിവിടെ വന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ താമസാക്കിയതിന് ശേഷമാണ് പിന്നെ എല്ലാ കാര്യവും പച്ചക്കറി ആയാലും അടുവപ്പുറത്തുനിന്നാകും എല്ലാ സാധനവും പീടികത്തന്നെ എടുക്കുന്നുണ്ട്. അവർ കൊടുത്താൽ നമ്മളിപ്പോൾ അവിടുന്ന് പറിച്ചിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും അതിൻ്റെ മേലെ ഒരു ത്രില്ല് തോന്നി. പിന്നെ അങ്ങനെ ഞാൻ പച്ചക്കറി പിന്നെ ഒരു കൂട്ട് കൃഷിയായിട്ടും അവർ അടുവപ്പുറത്ത് ഒരു
ഹരിത 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 കൃഷി നടത്തി ഒരു കൃഷീൻ്റെ അകത്ത് ഹരിത കർമ്മസേന എന്നിട്ടുള്ളൊരു കൃഷി ഉണ്ടാക്കി ആ കൃഷിയിൽ ഒരു അംഗമാക്കി തന്നെ അങ്ങനെയെല്ലാം കൂടി അവരെ കൂട്ടത്തിൽ കൃഷി ചെയ്തതും ഇപ്പുറം ഞാൻ സ്വന്തമായിട്ട് വേറെ വയലിലും ഞാനും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് കൃഷിയിലേക്കൂടി എനിക്ക് കൃഷി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജീവനാണ്. നെല്ലും എത്രയും വേണം. എനിക്ക് വയൽ വേണം, നെല്ല് വേണം, കൃഷി വേണം, എന്നെല്ലാം ഒരൊറ്റ റബ്ബർ കൃഷി വേണം, എല്ലാ കൃഷിയും വേണം. ഞാൻ തന്നെ എല്ലാ കാര്യവും ഞാൻ തന്നെ കാലി സ്ഥലത്ത് നട്ടിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാ അനുഭവങ്ങളും. റബ്ബറായാലും കവുങ്ങായാലും തെങ്ങായാലും ഒരു തേങ്ങ പോലും പറിക്കാനില്ല. തേങ്ങ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളായി ഇപ്പോൾ ഞാൻ എടുക്കുന്നു. തേങ്ങയല്ല, കവുങ്ങല്ല, വാഴയല്ല, എല്ലാ കാര്യവും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രയും കാലം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയതിന് ആർക്കും പറയാൻ കഴിയില്ല ഇവൾ അങ്ങനെ അധ്വാനിക്കാതെ എൻ്റെ വീട്ടിലിരുന്നിട്ട് വേറെ ആൾ എത്തുന്നത്. ഇന്നേ വരെ ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ തേങ്ങയോ മാങ്ങയോ ചക്കയോ എല്ലാം ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. നെൽകൃഷി ഇപ്പം 2 കൊല്ലം 3 കൊല്ലമായി നെൽകൃഷി ഇല്ലാത്തത്. എന്നുവെച്ചാൽ എനിക്ക് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് നെൽകൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2 കൊല്ലം അവരെ ആരെ ആക്കിയിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, കൂലി കൊടുത്താലും കിട്ടുന്നില്ല. അതിന് ശേഷം ഞാൻ കൃഷി ചെയ്യില്ല. പിന്നെ വാഴ കൃഷിയാക്കി അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു ഇങ്ങനെ വന്നു. പിന്നെ ഇത്രയും കാലം ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഇതിനൊരു ജീവിതം നില കൃഷിഭവൻ്റെ ആൾക്കാരതും കൃഷിഭവനിലുള്ളവരതും നമ്മളെ നാട്ടിലുള്ളവരായാലും എന്നെ ഭയങ്കരമായിട്ട് പിന്നെ പ്രോത്സാഹിപ്പിക്കും എന്ത് കാര്യത്തിനും. മറ്റേ ഞാൻ ഒരു സ്ഥലത്തും പുറത്തു പോകുമോ ഒരാളെ കൂട്ടത്തിൽ കൂടുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ ഈ കുടുംബശ്രീ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആളെ കൂട്ടത്തിൽ കൂടാണ്ട് ചെയ്യില്ല. അവർ കുടുംബശ്രീക്കാർ വരണം എന്നിട്ട് അങ്ങനെ നിർബന്ധിക്കുമ്പോൾ ആളെ കൂട്ടത്തിൽ പോലെ തുടങ്ങി. അങ്ങനെ പോയതിന് ശേഷം പിന്നെ എനിക്കൊരു ത്രില്ലായി. എല്ലാ കാര്യത്തിനും എന്തിനും എനിക്ക് മുന്നിലെത്തണം എന്നുള്ള ഒരു 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 ഇതാണ്. അത്രയും ഒരു ഇതാണ്. എല്ലാ കാര്യത്തിലും ഞാൻ മുന്നിൽ തന്നെ. ഒരാളും എന്നെ ഒരു കുറവ് പറയും. ഒരു കുടുംബശ്രീൻ്റെ സെക്രട്ടറിയേറ്റിനെ കുറേ കാലം ഞാൻ വിചാരിക്കും എല്ലാ കാര്യവും ഞാൻ ആദ്യം കൊടുക്കും. എല്ലാ കാര്യവും ചെയ്യേണ്ടതെല്ലാം കുടുംബശ്രീൻ്റെ വകയിൽ ചെയ്യുന്ന ഫസ്റ്റിൽ ഞാനാണ് എല്ലാ കാര്യം ചെയ്ത് നോക്കുക. അത്രയും കൃത്യനിഷ്ഠതയോടെ തന്നെയാണ് ഞാൻ ഇത്ര വരെയും പെരുമാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നും എല്ലാ കാര്യവും ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കാലമായി ഞാൻ 4-5-6 കൊല്ലമായി ഞാൻ 6-7 കൊല്ലം അന്ന് എനിക്ക് യൂട്യൂബ് തുടങ്ങിയ പശുക്കൾ 2-3-4 പശുക്കൾ, കറക്കുന്ന പശുക്കൾ, പിന്നെ മത്സ്യം ഉണ്ടായിരുന്നു, കോഴി 10-50 കോഴി, പിന്നെ എല്ലാ കോഴി ഉണ്ടായിരുന്നു, മത്സ്യക്കുളം ഉണ്ടായിരുന്നു, പിന്നെ അസോളക്കോഴിയുണ്ട്, അത് അസോളക്കോഴിയാണ്. ഇവിടെ മത്സ്യക്കുളം ഉണ്ടാക്കി ഞാൻ അത് പൊളിച്ചിട്ട് അസോളക്കോഴിയാക്കി. പിന്നെ പച്ചക്കറി വാർപ്പിൻ്റെ മേലെ പച്ചക്കറി ആക്കിയിട്ടാണ് എത്രയാ പറിച്ചു തന്നില്ല. അന്നേരമാണ് എനിക്ക് ടി വിയിലും പിന്നെ കേരള വിഷൻ ചാനലിലും വന്നു, പിന്നെ റേഡിയോയിൽ എപ്പം കണ്ണൂരിൻ്റെ എപ്പം റേഡിയോയിലും വന്നു എൻ്റെ ചാനൽ റേഡിയോ എല്ലാ പച്ചക്കറീൻ്റെ എല്ലാം വന്ന് അങ്ങനെയെല്ലാം ഞാൻ അറിയപ്പെട്ടത് ആ സമയത്താണ്. അതുവരെ അങ്ങനെ ആരും അറിയുന്നില്ല. ഞാനിങ്ങനെ പോവും. പക്ഷേ ഇങ്ങനെയല്ല, ഇതിനും ഓരോരോ അനുമോദനം എനിക്ക് അവർ തരും. മലപ്പട്ടം കൃഷിഭവൻ്റെ കീഴിലായാലും ചിങ്ങൊന്നിന് പരിപാടിക്ക് പോവും. എല്ലാ കാര്യത്തിനും ഞാൻ പോവും. പിന്നെ ഒരു ആത്മേൻ്റെയും മറ്റേ ഇവർ കൃഷിഭവൻ്റെയും അവരെല്ലാം കൂട്ടത്തിൽ പിന്നെ എനിക്ക് ശ്രീകണ്ഠത്ത് വെച്ചിട്ട് അനുമോദനം തന്നു. പിന്നെ ചക്കമേളയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെന്നെ ചെയ്യും. അങ്ങനെ എല്ലാ കൃഷിക്കും ഞാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്യും. എനിക്ക് എല്ലാറ്റിൻ്റെ അതിൻ്റെ ആനുകൂല്യം എനിക്ക് കിട്ടുകയും ചെയ്യും. ആ കൃഷിയിലൂടെ എനിക്ക് കിട്ടുമ്പം അത് എനിക്കൊരു 10 റുപ്യ അവർ തരുമ്പോൾ എനിക്കതൊരു വലിയൊരു ബഹുമാനമായിട്ട് എനിക്ക് തോന്നല്. എന്താ വെച്ചാൽ എനിക്കത് കിട്ടുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ നമ്മളത് ഒരു നന്ന വിഷമിക്കുന്ന സമയത്തായിരിക്കും 1000 റുപ്യ വരുന്നുണ്ടാവും. ആ സമയത്ത് അത് കിട്ടുമ്പോൾ ഒരു വലിയൊരു ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെയെത്തി. പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ കുറച്ച് എന്തെല്ലോ വിഷമത്തിലായി. പിന്നെ മക്കളും എല്ലാം വേറെയായി. പിന്നെ മക്കളെ കൊണ്ടും എല്ലാം പിന്നെ മക്കൾക്കും എല്ലാം കൂടി ഇപ്പോൾ ലേശം കടത്തിലായിട്ടുള്ളൂ. ഞാൻ എപ്പോൾ നടക്കുന്ന ഒരു കൊല്ലം ഓരോരോ കൊല്ലം കുറച്ച് സ്വർണം കൊടുത്ത് പൈസ എടുത്തു കൊണ്ടിട്ട് ഞാൻ ആ വീട്ടിൻ്റെ പണിയെല്ലാം എടുക്കും. വീട്ടിൻ്റെ ആയാലും അത് എടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം ആകുമ്പോഴേക്കും അധികം എടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം അതേപോലെ പണയം വെച്ച് അങ്ങനെ എടുക്കലായി. പിന്നെ വയ്യ ലോൺ എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി. ഈ വീടെല്ലാം ആദ്യം ചുറ്റുമാക്കി 2ാമത്തെ വീട് പൊളിച്ചിട്ടെടുത്തതായത്. ഈ വീട് രണ്ടാമതാക്കി. ആദ്യം ഓടിട്ട വീടായിരുന്നു, നല്ല ചുറ്റും എല്ലാം മിറ്റം വരെ സിമെൻറ്റ് ഇട്ടിട്ടുള്ള വീടായിരുന്നു. അത് പക്ഷേ ചോരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും വാർപ്പിൻ്റെ വീടാണ്, എനിക്ക് മാത്രം വീടിൻ്റെ വീട് നായിക്കൊണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വയ്യ ഇതെടുത്തിന് നിൽക്കാൻ ആളുണ്ടാവില്ല, അത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വയ്യത് പൊളിച്ചിട്ട് വീടാക്കി എടുത്തത്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തതെല്ലാം ഞാൻ ഉദ്ദേശിച്ച കാര്യമെല്ലാം പെട്ടെന്ന് നടക്കും. എന്ത് കാര്യമായാലും ശരി. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും മുന്നോട്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ യൂട്യൂബിൻ്റെ കാര്യം ചെയ്യുന്നതായിട്ട് തന്നെ ഞാൻ എല്ലാവരും എന്നോട് എതിർപ്പായാലും എനിക്ക് എന്തായാലും കീയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കീഞ്ഞു എന്നെ. അപ്പോൾ എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും എന്നെ ഏറ്റെടുത്തു. എല്ലാ മക്കളും, എല്ലാ അമ്മമാരും, എല്ലാ ചേട്ടന്മാരും, എല്ലാ പിന്നെ
സഹോദരങ്ങളും എല്ലാവരും എന്നെ കൈ ഏറ്റെടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്ഥലത്തെത്തി. നിങ്ങൾ മാത്രമാണ് എനിക്ക് ഈ അംഗീകാരത്തിൻ്റെ കാരണം. ഇപ്പം എനിക്ക് കുറേ ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടിട്ടല്ല ഉള്ളത്. ഇപ്പം എനിക്ക് കുറേ ആൾക്കാരുണ്ട്, മക്കളുണ്ട്, അമ്മമാരുണ്ട്, പിന്നെ ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം എന്നെ സ്നേഹിച്ച് നടക്കാൻ ഒരുപടി ആൾക്കാരുണ്ട്. എനിക്ക് എന്ത് പറ്റിയാലും എന്നെ ആശ്വസിപ്പിക്കാനും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചതും ഈ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. അതിൽ എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. എന്നെ ഈ ഏറ്റെടുത്ത ഈ യൂട്യൂബിൻ്റെ ഈ ഒരു അംഗീകാരത്തിന് ഞാൻ അർഹയായതിന് വളരെ വളരെ നന്ദി, വളരെ വളരെ നന്ദിയുണ്ട്. ഇനിയും ഇനി കിട്ടാനുള്ള അംഗീകാരവും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഞാൻ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതും പിന്നെ ഇപ്പം വീഡിയോ എടുക്കുന്നതും ഇടുന്നതും. ആരും സഹായത്തിനുമില്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്തിട്ടാണ് ഇപ്പം എടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്കി ഇപ്പം എല്ലാം ആദ്യം വളരെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും എടുക്കാനോ അറിയാനോ ഒന്നും അറിയില്ല. ഇപ്പം ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ കുറേശ്ശെ എന്നാലും ഈ ഒറ്റക്കായതുകൊണ്ട് ചില സമയം ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാകുമ്പോൾ അത് ചില സമയം ഒരു സമയം ചെരിഞ്ഞു പോയിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് നമ്മൾ വെച്ചിട്ട് പോയി അപ്പുറത്ത് കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഞാൻ കാണില്ല. അല്ലെങ്കിൽ ഒരു സമയം അത് ഓണാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയെല്ലാം വിഷമങ്ങളെല്ലാം ഉണ്ടാവും. അത് ഒറ്റക്ക് എടുക്കുമ്പോൾ ഒരാൾ എടുത്തിരുന്നെങ്കിലേ നമുക്കത് കൃത്യമായിട്ടെല്ലാം വരും. പിന്നെ ഓർമ്മക്കുറവായില്ലേ, കുറച്ച് ഒരു കൊല്ലം മുമ്പേ അത് എനിക്കെല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും ഞാൻ ഇതുവരെ ഇവിടെ എത്തിച്ചു. നിങ്ങളെല്ലാവരും കൃപ കൊണ്ട്, നിങ്ങളെല്ലാവരും ആ സന്തോഷവും, നിങ്ങളെല്ലാവരും ആ എല്ലാ കാര്യത്തിനും എന്നെ മുന്നിൽ വെച്ചിട്ടില്ല ഒരു കളിയും എല്ലാ കാര്യവും കാണുമ്പോൾ എനിക്ക് എന്നും മുന്നോട്ട് പോകണം എന്ന് തന്നെ വിചാരിക്കുന്ന അവരെല്ലാവരും എന്നോട് ഇത്രയും സന്തോഷത്തിലാണ് ഈ യൂട്യൂബിലുള്ള ആൾക്കാർ പിന്നെ ഇങ്ങനെ എന്നെ കൊണ്ടു നടക്കുന്നതെന്നുള്ളത് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ അംഗീകാരം ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഇത് എനിക്ക് കിട്ടിയതാണെങ്കിൽ കൂടി അവർക്കുള്ളതാണിത്. എനിക്ക് തന്ന അംഗീകാരമായത്. ഇത് അവർക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ അമ്മമാർക്കും എൻ്റെ പിന്നെ ബാക്കിയുള്ള അച്ഛന്മാർക്കും എല്ലാവർക്കും ഉള്ള അംഗീകാരമായത്. ഇത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഏറ്റുവാങ്ങുന്നത്. മറ്റേ എനിക്കുള്ള അംഗീകാരമല്ല. അവരില്ലെങ്കിൽ എനിക്ക് ഇതൊന്നും കിട്ടൂല. അവരൊറ്റ ഒരു പ്രവർത്തനം കൊണ്ടാണ്, ഞാനിത് ഇന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം എന്നെ സഹായിച്ച് എനിക്ക് വേണ്ടുന്ന പോലെ ചെയ്തിട്ട് മാത്രമാണ്. ഒന്നിനും ഒരു സഹകരണവും ഒരു ഇതും ഇല്ലാതെ കൊണ്ട് എന്നെ ഇത്രയും അധികം ഉയരത്തിലെത്തിച്ച ഈ 10 എനിക്കിപ്പം ഇന്നേക്ക് ഇപ്പം 10 മേലെയായി, 10K ഇപ്പം പിന്നെ 10.69K 69 10.69K ആയി എനിക്കിപ്പം. പിന്നെ ഇവിടെ 10.69K ആയി ഇപ്പം എനിക്ക് സബ്സ്ക്രൈബർ. അതും നിങ്ങൾ ഒറ്റ കളിയാണെന്നില്ല. എനിക്ക് ഇത്ര വേഗം കൊണ്ട് ഈ 3 മാസം കൊണ്ടൊന്നും ഇത്തിരി ആൾക്കാർ കിട്ടേണ്ട ഒരു യോഗ്യത എനിക്കില്ല. അത്രയ്ക്ക് യോഗ്യതയോ പഠിപ്പോ വിവരമോ ഒന്നും എനിക്കില്ല. ഞാനിങ്ങനെ ഒരു കൃഷി ചെയ്യുന്ന ഒരു സാധാരണ ഒരു കൃഷിക്കാരത്തി. ആ ഒരു കൃഷി ചെയ്യുന്ന എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, ഓരോന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ആ പരീക്ഷണമെല്ലാം നല്ല വിജയത്തിലെത്തുന്നു. അത് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ മക്കൾക്കും, എല്ലാ അമ്മമാർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ നന്ദി, നമസ്കാരം. എന്നും നിങ്ങളിങ്ങനെ തന്നെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നേരം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ ഞാൻ നിങ്ങളോടൊന്നും പറയണ്ട. നിങ്ങൾ തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഓരോരാളും എനിക്ക് തരുന്ന നന്ദി, ആ ഒരു ബഹുമാനം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ നന്ദി പറയുന്നു നിങ്ങളോട്. അതുകൊണ്ട് നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുകൊണ്ട് ഇന്നത്തെ ഈ അംഗീകാരം ഞാൻ എൻ്റെ യൂട്യൂബിലെ എൻ്റെ ജനങ്ങൾക്ക് സമർപ്പിച്ചും കൊണ്ട് ഞാനിത് ഈ അംഗീകാരം, ഈ പിൻ നമ്പർ അവർക്ക് സമർപ്പിച്ചിട്ട് അവരെനിക്ക് തന്നതായിട്ടാണ് ഞാനിപ്പോൾ ഇത് അംഗീകരിക്കുന്നത്. ഇത് ഞാൻ അവർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് അവർ ഏറ്റെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ നന്ദി, നമസ്കാരം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.